ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ്റെ ടൈമിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ 5 കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. ആദ്യത്തെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ നീളത്തിൽ കട്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലെക്സും 1 ടീസ്പൂണ് പാപ്രിക്ക, 1 ടീസ്പൂണ് ഒറിഗാനോ, ഇനി 1 ടീസ്പൂണ് സോയാ സോസ്. പപ്രിക്കയ്ക്ക് പകരം മുളക് പൊടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ തന്നെ കെച്ചപ്പും റെഡ് ചില്ലി സോസും. അപ്പം ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നീളത്തിൽ കട്ടാക്കിയതാണ്. അതിലേക്കാണ് ഈ സ്പൈസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തത്. അത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു ടൈമിൽ ഇതാ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെല്ലാം പുറത്തെടുത്ത് വെക്കണം കേട്ടോ. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക. ഞാനിപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള കുനാഫ എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതിലേക്ക് റോൾ ചെയ്ത് കൊടുക്കലാണ്. ചിക്കൻ നീളത്തിൽ കട്ടാക്കിയതില്ലേ, ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. നല്ലോണം വലിച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചുറ്റിച്ചെടുക്കുക. ഇതാ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. ഇതിന് പകരം നമുക്ക് ബീഫിലും ഹാഫ് വേവിച്ച ബീഫിലും ചെമ്മീൻ എല്ലാത്തിലും ചെയ്തെടുക്കാം കേട്ടോ. കുനാഫ ചിക്കനാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇത്. നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ്റെ ഉൾഭാഗം കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഞാൻ കാണിക്കട്ടെ ഇതെങ്ങനെയാണ് ഫ്രൈ ആക്കുന്നതെന്ന്. ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിതാ ഇത് ബോക്സിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഇത് നമുക്ക് 1-2 എല്ലാം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. മാക്സിമം ഒരു 10 ദിവസം വരെ സൂക്ഷിച്ചു കേട്ടോ. അപ്പോൾ റമദാൻ്റെ ടൈമെല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിരിക്കും പണികൾ. കിച്ചണിൽ തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ പാനിലേക്ക് 1 പീസ് ബട്ടറും 8 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ വാറ്റി കൊടുക്കുക. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങും 1 വലിയ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് കുക്കാക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഗരം മസാല പൗഡറും ഉപ്പും കുരുമുളകെല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കി വെച്ച ചിക്കനാണ്, ഫ്രൈ ആക്കിയിട്ട് പൊടിച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കിയതും ഒറിഗാനോ, റെഡ് ചില്ലി ഫ്ലെക്സ് എല്ലാം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലിലെ 1 ടേബിൾ സ്പൂണ് മൈദ മിക്സ് ആക്കിയതാണ്. 1 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂണ് മൈദ മിക്സ് ആക്കിയതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഇനിയിപ്പം ലാസ്റ്റായിട്ട് ഇതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കലാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫില്ലിങ് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നതും കൂടി കാണിക്കാം. ഞാനിപ്പോൾ ഇതാ മൈദയിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് കട്ടിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ടേബിൾ സ്പൂണും മൈദയിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തതാണ്. പിന്നെ ഇത് കോൺഫ്ലാക്സ് പൊടിച്ചെടുത്തതാണ്. കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതിന് പകരം ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങില്ലേ ഒന്ന് കൈവച്ചിട്ട് പ്രസ്സാക്കിയിട്ട് ഒരു റോള് ടൈപ്പിലാക്കിയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കട്ടോ. ലാസ്റ്റല്ല, ഫസ്റ്റ് ഭാഗമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, പാലും മൈദയും തമ്മിലുള്ള മിക്സാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതെന്ന്. നിങ്ങൾക്ക് പാലിൻ്റെ അളവ് കൂട്ടിയിട്ടെല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആവും. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ റോൾ ചെയ്തിട്ട് ലാസ്റ്റ് ഭാഗം മൈദയും വെള്ളവും തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്, ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്നാക്കിൻ്റെ റോള് റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇന്നലെല്ലാം കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിനെല്ലാം നിങ്ങൾ തന്ന കമൻറ്റും സപ്പോർട്ടും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിൽ കുറച്ച് സ്നാക്ക് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലാസ്റ്റ് ഭാഗം ആ ഒരു മൈദയും വെള്ളവും തമ്മിലുള്ള മിക്സിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതാ നമ്മൾ കോൺഫ്ലാക്സ് പൊടിച്ച് വെച്ചിട്ടില്ലേ അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു സിഗരറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് കാണാൻ വേണ്ടിക്ക്, കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതാ വീണ്ടും ഇതുപോലെ അതിൻ്റെ എന്താ പറയുക അടിവശത്തായിട്ട് മൈദ മിക്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കലാണ്. എന്താ പറയുക മൈദ മിക്സ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കലാണ്. എന്നിട്ട് ഈ ഒരു കോൺഫ്ലാക്സ് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ വേണം കേട്ടോ നമ്മുടെ സ്നാക്ക് ഉണ്ടാകാൻ വേണ്ടിക്ക് ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം റോൾ ചെയ്ത ശേഷമൊന്ന് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്താട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ട്യൂഷനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തി തരാം. CMVM ബെറ്റർ ചേഞ്ച് സ്കൂള് ഓൺലൈൻ ഹോം ട്യൂഷനാണ് കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. LKG മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് കേരള സിലബസ്, CBSE, പിന്നെ 4 ലാംഗ്വേജസിൽ മാത്സിൽ ഉൾപ്പെടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, അറബി സബ്ജക്റ്റിൽ ഇവർ ബേസിക് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ബേസിക് ഫൗണ്ടേഷൻ അക്ഷരങ്ങളൊന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. വെറും 500 രൂപ മാത്രമാണ് കേട്ടോ ഇവരുടെ ഫീ വരുന്നത്. പിന്നെ കുട്ടികൾക്കും മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് റമദാൻ്റെ ടൈമെല്ലാം ഖുറാൻ ക്ലാസ്സും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് പറയാം കേട്ടോ. ഇപ്പം അടുത്ത സ്നാക്ക് കാണിക്കാം. സെയിം ഫില്ലിങ് വെച്ചിട്ട് തന്നെയാണ്, പക്ഷേ നമ്മൾ കോൺഫ്ലാക്സിന് പകരം വെർമിസെല്ലിയിലെ സേമിയ പൊടിച്ചെടുത്തതാണ്. ഇതുപോലെ നേരിയ സേമിയ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു സമൂസ ഷീറ്റിലെ 2 പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ എന്താ പറയുക നമ്മൾ കോണാക്കി എടുക്കലാണ്. നമ്മൾ കടയിലെല്ലാം വാങ്ങൂലേ പെപ്പർ കോണാക്കി എടുക്കൂലേ അതുപോലെ ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇത് കുഞ്ഞു കുഞ്ഞു കോണായിട്ട് കാണുമ്പം നല്ല രസമാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു സ്നാക്ക് കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഭാഗം ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്താ പറയുക സമൂസ ഷീറ്റിലെ 2 പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നാലാണ് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടാവില്ലേ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷെ അതാകുമ്പം സ്നാക്ക് കുറച്ചുകൂടി വലുതാവും. അപ്പോൾ കഴിക്കുമ്പം ഭയങ്കര ഫില്ലായിട്ട് തോന്നും. അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ സ്നാക്ക് കഴിക്കാനല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഫില്ലിങ്ങിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഒട്ടിച്ച ശേഷം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൈദയും എന്താ പറയുക വെള്ളവും കൂടി നല്ല തിക്കായിട്ട് മിക്സാക്കി എടുത്തതാണ്. അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച വെർമിസെല്ലിയില്ലേ അതിലേക്ക് ഇതൊന്ന് മുക്കി കൊടുക്കുക. നല്ല കറക്റ്റായിട്ട് നല്ല അമർത്തി പിടിച്ചിട്ടാണ് മുക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോഴേ എണ്ണയിൽ മൊത്തത്തിൽ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം പോയി പോവും. അതുകൊണ്ട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കലാണ്. ഒന്ന് കോണാക്കി എടുക്കുക. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൈദയിലൊന്ന് മുക്കുക. എന്നിട്ട് വെർമിസെല്ലിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ CMVMനെ കുറിച്ചിട്ട് ഇവരില്ലേ ഈ റമദാൻ്റെ ടൈം എല്ലാ ടൈമും തന്നെ തജ്വീദോട് കൂടിയിട്ട് ഖുറാൻ പഠിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 മാസത്തെ കോഴ്സാണ്. വെൽ ട്രെയിനഡ് ആയിട്ടുള്ള ടീച്ചറാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെലക്റ്റീവായിട്ടുള്ള സൂറത്ത് മാത്രമേ ഉണ്ടാവില്ലേ അതും നമുക്ക് പഠിക്കാൻ പറ്റും. അത് 2 മാസത്തെ കോഴ്സാണ് കേട്ടോ. പിന്നെ വുളുവിൻ്റെ ക്രമം, നമസ്കാരക്രമം എല്ലാം ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് കാലിഗ്രാഫി, ടൈലറിങ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇതെല്ലാം പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. വെറും 500 രൂപ മാത്രമാണ് കേട്ടോ ഇവരെ ഒരു മാസത്തെ ഫീ എന്ന് പറയുന്നത്. എന്നോട് അധികം ആൾ കമൻറ്റിൽ ചോദിക്കലുണ്ട് ഫീ കുറഞ്ഞ ട്യൂഷൻ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയാൻ. നിങ്ങൾക്ക് യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ബോക്സിലാക്കി വെക്കലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സിപ്പ് ലോക്ക് കവറിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിക്ക് ഇടയിലായിട്ട് ക്ലിം റാപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ച് കൊടുക്കുക കേട്ടോ. റമദാൻ്റെ ടൈമെല്ലാം നമ്മൾ ഫുൾ ടൈം കുക്കിങ്ങിൽ ചിലവാക്കാണ്ട് ബാക്കി കാര്യങ്ങൾ പ്രാർത്ഥനയിലും എല്ലാം മുഴുകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചോന്ന്. അല്ല കേട്ടാ, ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ടിപ്പ് പറഞ്ഞു തരുന്നതാണ്. ഞാനിതൊന്നല്ല കേട്ടോ സെറ്റ് ചെയ്ത് വെച്ച്. ഇൻഷാ അല്ലാ എൻ്റെ പ്രിപ്പറേഷനെല്ലാം ഞാൻ വീഡിയോ കാണിക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടിയിട്ട് ഫ്രൈ ആക്കലാണ്. നമ്മൾ സാധാ സ്നാക്കെല്ലാം ഫ്രൈ ആക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ കോണിൻ്റെ സ്നാക്ക് നല്ലോണം ഫ്രൈ ആക്കിയിട്ടില്ല. ഈ ഒരു കളറിലാണ് എടുത്തിട്ടുള്ളത്. കാണാൻ ഭംഗി ഇതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമൂസ ഷീറ്റെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആയത് തന്നെയല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സ്നാക്കെല്ലാം എയർ ഫ്രയറിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ഇനിയിപ്പം അടുത്ത സ്നാക്ക് കാണിക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചി, എന്താ പറയുക 1 ഇഞ്ച് വലുപ്പത്തിൽ, 1 ഇഞ്ച് വേണ്ട അതിലും ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 2-3 പച്ചമുളകും പിന്നെ ഇതാ ഫ്രോസൺ എന്താ പറയുക വെജീസാണിത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. കഴുകിയിട്ട് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് വെജീസ് എടുക്കുന്നെങ്കിൽ അതും എടുക്കാം, നിങ്ങളിഷ്ടത്തിന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ആക്കി വെച്ച് പൊടിച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചിക്കന് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട, ഓപ്ഷണലാണ്. ആവശ്യത്തിന് കുരുമുളകും പിന്നെന്താ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആക്കി കിട്ടും കേട്ടോ. പിന്നെ ചിക്കൻ ഇല്ലാത്ത സ്നാക്ക് കാണിക്കാൻ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് പറയലാണ്. ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്നാക്കിലും ചിക്കൻ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. വെജീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൈദയും വെള്ളവും മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇതാ സ്പ്രിംഗ് റോൾ ഷീറ്റിലെ അതും എടുത്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ്. പിന്നെന്താ, നിങ്ങൾക്ക് ഫ്രഷ് വെജീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക അതിൻ്റെ കൂടെ തന്നെ കോണില്ലേ, കോണ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിക്കൻ വേണ്ടാത്തവർക്ക് ചിക്കൻ ഒഴിവാക്കുക. ഇതിൻ്റെ കൂടെ ബീഫ് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് ഇട്ട് കൊടുക്കുക. ഒന്നുമില്ല വെജീസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. പിന്നെ ഇതെല്ലാം റോൾ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഇതാ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക, റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. നമ്മൾ സ്പ്രിംഗ് റോൾ സാധാ ചെയ്യുന്ന അത്ര വലിയ രീതിയിൽ ചെയ്തെടുക്കുന്നില്ല, കുറച്ച് മാത്രം ഫില്ലിങ് വെച്ചിട്ട് നേരിയ രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇതങ്ങനെ കാണാനാണ് കഴിക്കാനുമാണ് ഭംഗി ഉണ്ടാവുക. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് കഴിഞ്ഞ 2 ദിവസം മുമ്പെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ റമദാൻ സ്നാക്സെന്നോ മേക്ക് ആൻഡ് ഫ്രീസ് റെസിപ്പീസൊന്നും എല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ടെല്ലാം റെഡിയാവുന്ന സ്നാക്സാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ, ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക റമദാൻ്റെ ടൈമിൽ ഒരു 5:30 ആ ഒരു ടൈമിലെല്ലാം നമുക്ക് കിച്ചണിലേക്ക് വന്നാൽ മതി, എല്ലാം റെഡിയാക്കിയിട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം മുഴുകാൻ നല്ല എന്താ പറയുക സുഖമാണ് കേട്ടോ. പ്രാർത്ഥനയിലും കാര്യങ്ങളിലെല്ലാം മുഴുകാൻ കഴിയും. ഇങ്ങനെ നമ്മൾ റമദാൻ്റെ ടൈമിൽ മൊത്തത്തിൽ കിച്ചണിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പണി തന്നെയല്ലേ. എന്തായാലും റമദാൻ്റെ ടൈമിൽ ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ല, കഴിയൂല. കാരണം രാവിലെ മുതൽ വിശന്ന് എന്താ പറയുക നോമ്പെടുത്ത് വൈകുന്നേരം എന്താ പറയുക കുട്ടികൾക്കും എല്ലാവർക്കും ഫുഡും കാര്യങ്ങളെല്ലാം എന്തായാലും വേണം. അപ്പം നമ്മൾ രാവിലെ മുതലേ ഫുഡ് ഉണ്ടാക്കുക, കുറേ ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പം രാവിലെ മുതലേ ഫുഡ് ഉണ്ടാക്കി പിന്നെ കിച്ചണിൽ തന്നെ ആയിരിക്കും ഓതാനും പ്രാർത്ഥിക്കാനും ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്കെല്ലാം റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളും ഫ്രൂട്ട്സും ജ്യൂസെല്ലാം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെന്താ, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കഴിഞ്ഞ എന്താ റമദാൻ ഡേ ഇൻ മൈ ലൈഫെല്ലാം നിങ്ങൾ കണ്ടു കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന രീതി, റമദാൻ്റെ ഫുഡ് ഐറ്റംസ് എല്ലാം അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. എണ്ണ സ്നാക്സ് എല്ലാം മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. പിന്നെ ഇതെല്ലാം നമുക്ക് സ്റ്റീം ചെയ്തിട്ടും എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റമദാൻ്റെ ടൈം കൂടുതൽ ഫ്രൂട്ട്സും ജ്യൂസും ഈത്തപ്പഴം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക കേട്ടോ. കുറച്ച് മാത്രം ഇങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഹെൽത്ത് വൈസ് നമ്മൾ നോക്കണമല്ലോ, ഓരോന്നെല്ലാം ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് കാണിക്കാം. ഞാനിപ്പോൾ ഇതാ ചിക്കന് നേരത്തെ നമ്മൾ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ നീളത്തിൽ കട്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ റെഡ് ചില്ലി ഫ്ലെക്സും കുറച്ച് ഗരം മസാല പൗഡർ, ഇതെല്ലാം നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച്, പാപ്രിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ഇതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കലാണ്. ഇതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതാ സോയാ സോസും കുറച്ച് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ എന്തെല്ലാം ഐറ്റം ചേർക്കുക അതുപോലെ അതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം 1 മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു ടൈമിൽ ഞാനിതാ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്നാക്ക് റെഡിയാക്കുന്നത്. നമ്മൾ നേരത്തെ കുനാഫ സ്നാക്ക് റെഡിയാക്കിയില്ലേ, സെയിം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് സമൂസ ഷീറ്റ് ആകുമ്പം കുറച്ച് റേറ്റ് കുറവായിരിക്കും. നമുക്കിത് ഇങ്ങനെ നീളത്തിൽ കട്ടാക്കിയെടുക്കാം, എന്താ പറയുക, നേരിയ രീതിയിൽ കട്ടാക്കിയെടുക്കാം. അധികം കട്ടിയില്ലാണ്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ സമൂസ ഷീറ്റ്, സ്പ്രിംഗ് റോൾ ഷീറ്റ്, പിന്നെന്താ കുനാഫയുടെ ഓയിലിൽ നമ്മൾ 1 മണിക്കൂർ മുമ്പേ പുറത്തെടുത്തിട്ട് വെച്ചിട്ട് വേണം കുക്കാക്കാൻ വേണ്ടിക്ക്, എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഞാനിപ്പോൾ ഇതെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക ഇതുപോലെ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടില്ലേ, നീളത്തിൽ കട്ടാക്കി വെച്ച ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നീളത്തിൽ കട്ടാക്കിയതാണ് കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ ഇൻഗ്രീഡിയൻസിൽ ആ ഒരു സ്പൈസസും കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ ഒരു എന്താ പറയുക സമൂസ ഷീറ്റ് കട്ടാക്കിയില്ലേ, അതിലിട്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ എപ്പോഴും കാണുന്നവരോട് പറയലാണ്, നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ടിടാം കേട്ടോ. ഞാനിത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക്. എല്ലാം അടിപൊളി സ്നാക്കാണ്. ഞാനിപ്പം ഓരോന്നും നിങ്ങൾക്ക് റെഡിയാക്കി കാണിച്ചു തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് സ്നാക്സും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ, എണ്ണയിൽ തന്നെ ഫ്രൈ ആക്കണമെന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റമദാൻ്റെ ടൈമിൽ ഫുഡ് കഴിക്കുന്ന ടൈമും എന്താ പറയുക, ഫസ്റ്റ് ഇത്തപ്പഴം, പിന്നെ ജ്യൂസ് കാര്യങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് മാത്രം ഇങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർ കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഇതും കുനാഫൻ്റെ സ്നാക്കില്ലേ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്, അതും ഫ്രൈ ആക്കി എടുക്കുമ്പം ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. കാര്യം ഉള്ളിലുള്ള ചിക്കനും കൂടി കുക്കായിട്ട് വരണം. ഇല്ലാന്നുണ്ടെങ്കിലേ നമ്മുടെ സമൂസ ഷീറ്റ് മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ കുനാഫാഡോ മാത്രം കുക്കായിട്ട് വരും. അതുകൊണ്ട് ഉൾഭാഗം കൂടി കുക്കാൻ വേണ്ടിക്ക് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് കുക്കാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.